ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയെ കൂടി ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി 3 യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടൽ കടന്ന് വെനസ്വേലയെ ലക്ഷ്യമായിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടുന്നവർക്ക് $50 മില്യൺ വില ഇട്ടിരിക്കുക കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ $25 മില്യൺ ആയിരുന്നു അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ട്രംപ് ഇപ്പോൾ അത് $50 മില്യൺ ആക്കി ഉയർത്തിയിരിക്കുകയാണ്. അഥവാ അമേരിക്കയുടെ കൊളോണിയൽ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അതിലും വഴങ്ങാത്തവർക്ക് മേൽ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ചും ആരോപിച്ചും ഒക്കെ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനവും നടത്തുന്ന അമേരിക്കൻ ശൈലി ഇപ്പോഴും തുടരുകയാണ് എന്നതും ട്രംപും അതേ വഴിയിൽ തന്നെ നീങ്ങുകയാണ് എന്നുമൊക്കെയാണ് ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. നേരത്തെ അഫ്ഗാനിൽ ഭീകരത ആരോപിച്ചും ഇറാഖിന് മേൽ രാസായുധ ആരോപണങ്ങൾ ഉന്നയിച്ചും നടത്തിയ അതേ തന്ത്രം ഇപ്പോൾ വെനസ്വേലയ്ക്ക് മേലും പയറ്റുന്നത് നാർക്കോട്ടിക് ആരോപണങ്ങളുമായാണ്. അമേരിക്കയിലേക്ക് വൻതോതിൽ ലഹരി വെനസ്വേല കയറ്റി അയക്കുന്നു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഈ മയക്കുമരുന്ന് ലഹരി വ്യാപാരത്തിൽ വെനസ്വേലൻ പ്രസിഡന്റ് മഡൂറോക്കും അവരുടെ സൈന്യത്തിനും അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നും പ്രസിഡന്റ് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്നും അമേരിക്ക ആരോപിക്കുകയും അതുകൊണ്ട് തന്നെ മഡൂറോയെ ഏത് തരത്തിലും പുറത്താക്കുവാനുള്ള പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അമേരിക്ക കാലങ്ങളായി നടത്തിയിട്ടും ഇപ്പോഴും മഡൂറോ ശക്തമായിട്ട് തന്നെ വെനസ്വേലൻ പ്രസിഡന്റായി തുടരുന്നതുമൊക്കെയാണ് ഇത്തരമൊരു നീക്കത്തിന് വേണ്ടി അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കരീബിയൻ കടലിനെ ലക്ഷ്യമാക്കി ആദ്യം അമേരിക്ക ഒരു യുദ്ധക്കപ്പൽ അയച്ചിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം 3 യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടലിലേക്ക് പ്രവേശിച്ചു എന്നും അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ മേഖലയിൽ വട്ടമിട്ട് പറക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. അതേസമയം അമേരിക്കൻ ഭീഷണിയെ നേരിടാനും മയക്കുമരുന്ന് കടത്ത് തടയാനുമായി കൂടുതൽ സൈന്യത്തെ അതിർത്തികളിൽ വിന്യസിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് വെനസ്വേല. ഏകദേശം ഇപ്പോൾ 15,000-ഓളം പുതിയ സൈന്യത്തെ കൂടി അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരവിടെ നിലയുറച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വെനസ്വേലയിൽ നിന്നും കൊളംബിയ വഴി മെക്സിക്കോ അതിർത്തി കടന്നാണ് ലഹരി വസ്തുക്കൾ അമേരിക്കയിലേക്ക് എത്തുന്നത്. മെക്സിക്കോയും കൊളംബിയയും വെനസ്വേലയും ലോകത്ത് ലഹരി ഉൽപാദനത്തിനും കരിഞ്ചന്ത വിപണനത്തിനും ഉപയോഗത്തിനും പേരുകേട്ട 3 രാജ്യങ്ങളാണ്. അമേരിക്കയുമായി വെനസ്വേല നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല. കരീബിയൻ കടൽ മാത്രമാണ് അമേരിക്കയുമായി വെനസ്വേലയെ ബന്ധിപ്പിക്കുന്ന ഏക വഴി. എന്നാൽ കൊളംബിയയും വെനസ്വേലയും ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കൈൻ പോലെയുള്ള അത്യന്തം അപകടകരമായ മയക്കുമരുന്നുകൾ വലിയ തോതിൽ ഒന്നുകിൽ കടൽ മാർഗം അല്ലെങ്കിൽ വലിയ വനാന്തരങ്ങൾ മാർഗം മെക്സിക്കോയിൽ എത്തിച്ച് അതുവഴി അമേരിക്കൻ അതിർത്തി കടക്കുകയാണ് ചെയ്തു വന്നിരുന്നത്. കൊളംബിയയും വെനസ്വേലയും തമ്മിലുള്ള 2219 കിലോമീറ്റർ നീളമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. എന്നാൽ 3145 കിലോമീറ്റർ ആണ് അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള അതിർത്തി പങ്കുവെക്കുന്നത്. ഇവിടെ വലിയൊരു മതിൽ പണിയണമെന്ന് നേരത്തെ തന്നെ, അഥവാ ട്രംപിന്റെ 1ാം ഭരണകാലത്ത് തന്നെ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഈ 3145 കിലോമീറ്റർ ദൂരമുള്ള ഈ അതിർത്തികൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരിയുടെ 90% ഒഴുകുന്നത് എന്നാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അമേരിക്ക ആരോപിക്കുന്ന പോലെ വെനസ്വേലയുടെ പ്രസിഡന്റ് മഡൂറോയും സർക്കാർ ഉദ്യോഗസ്ഥരും സൈന്യവും മയക്കുമരുന്ന് വ്യാപാരത്തിൽ നേരിട്ട് പങ്കാളികളാണോ? എന്താണ് അതിൻ്റെ വാസ്തവം? ഒരിക്കലും ആകാൻ വഴിയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വെനസ്വേല തന്നെ പറയുന്ന കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ 53 ടൺ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി അവർ വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല, കൊളംബിയൻ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപാരം തടയാൻ അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും വിമാനങ്ങൾ, ഡ്രോണുകൾ, നദീതീര സുരക്ഷ തുടങ്ങിയവയും വർദ്ധിപ്പിച്ചതായും വെനസ്വേല അവകാശപ്പെടുകയും ചെയ്യുന്നു. സമാന പ്രവർത്തനങ്ങൾ നടത്താൻ കൊളംബിയയോടും വെനസ്വേല അഭ്യർത്ഥിക്കുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെനസ്വേലയും കൊളംബിയയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രു രാജ്യങ്ങളല്ല. എന്നാൽ കൊളംബിയ അമേരിക്കൻ ചേരിയിലും വെനസ്വേല റഷ്യൻ ചേരിയിലും നിലനിൽക്കുന്ന രാജ്യമാണ്. ഇവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ അമേരിക്ക ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ട കാരണത്തിൻ്റെ തുടക്കം. ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് അമേരിക്കയുടെ ഉള്ളിലിരിപ്പ് എന്നത് സംബന്ധിച്ച് പുറത്തേക്ക് വരും. ആ വിഷയം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അമേരിക്കക്ക് പ്രശ്നം ലഹരിയല്ല, അവർ ഉദ്ദേശിക്കുന്ന മറ്റൊന്നാണ്. ആ മറ്റൊന്നിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, കൊളംബിയയും വെനസ്വേലയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രു രാജ്യങ്ങളല്ല.
സ്വാഭാവികമായും കൊളംബിയയും വെനസ്വേലയും തമ്മിലുള്ള അതിർത്തി 2015 മുതൽ പല ഘട്ടങ്ങളിലായിട്ട് അടക്കുന്നുണ്ട്. അത് ഈ ലഹരി കടത്ത് ആരോപിച്ചുകൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക കൊളംബിയയെ നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വെനസ്വേലയ്ക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും വാക്കുപോരുകൾ നടത്താനും കൊളംബിയ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊളംബിയയെ അമേരിക്ക ഉപയോഗിക്കുമ്പോൾ അമേരിക്കക്കെതിരെ വെനസ്വേലയെ റഷ്യയും ചൈനയും ഉപയോഗിക്കുന്നു എന്നിടത്താണ് ഈ രാഷ്ട്രീയത്തിന് തുടക്കം. ഇറാന്റെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ റിസർവ്ഡ് എണ്ണവാതകങ്ങളുടെ വൻ ശേഷിയുള്ള രാജ്യം കൂടിയാണ് വെനസ്വേല. നമ്മൾ കരുതുന്ന പോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ കരുതൽ എണ്ണയുള്ളത്, റിസർവ് എണ്ണയുള്ളത് ഇറാനിലല്ല, സൗദിയിലല്ല, യമനിലല്ല, ഇസ്രയേലിലല്ല, അത് ഇവിടെയാണ്, വെനസ്വേലയിലാണ്. എന്നാൽ ഇത് റിഫൈൻ ചെയ്യുന്നതാവട്ടെ റഷ്യൻ ചൈനീസ് കമ്പനികളുമാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമല്ല. മാത്രവുമല്ല, ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങളുടെ ആയുധ ഇടപാടുകളും ചൈനയുടെ വാണിജ്യ ഇടപെടലുകളും അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേലയെ എന്ത് വില കൊടുത്തും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിനായി അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കൽ ആരംഭിച്ചിട്ട് വർഷം കുറയായി. തീവ്ര അമേരിക്കൻ വിരുദ്ധ കൈമുതലാക്കിയിരുന്ന ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായി വന്ന മഡൂറോ അധികാരത്തിൽ വന്ന ശേഷം വെനസ്വേലയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൊളംബിയയെ കൊണ്ട് അമേരിക്ക പലതും നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പലപ്പോഴും സൗഹൃദത്തിലുള്ള ഈ രാജ്യങ്ങൾക്കിടയിൽ ശത്രുതാ തരത്തിലുള്ള പല പ്രസ്താവനകളും ഇപ്പോൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ശത്രു രാജ്യങ്ങളല്ലാത്ത കൊളംബിയയും വെനസ്വേലയും പക്ഷേ ഈയിടെ അതിർത്തി കടന്നുള്ള ലഹരിക്കടത്തിൻ്റെ പേരിൽ പലപ്പോഴും വാക്യുദ്ധത്തിൽ ഏർപ്പെടുന്നത് നാം കണ്ടു. ഇതിലേക്ക് എരിവ് കൂട്ടുന്നതായിരുന്നു കൊളംബിയയിൽ നടന്ന അമേരിക്കയുടെ സൈനികാഭ്യാസം. ഇതിനു കാരണമായി അമേരിക്ക പറയുന്നത് 2018 റഷ്യൻ അത്യാധുനിക ബോംബർ വിമാനമായ TU-160 വെനസ്വേലയിൽ ലാൻഡ് ചെയ്തു എന്നതാണ്. മാത്രവുമല്ല, 2006-2019 കാലത്ത് $11 ബില്യൺ ആയുധ ഇടപാടുകളാണ് റഷ്യയുമായി വെനസ്വേല നടത്തിയത്. ഇതിനു മറുപടിയായി കൊളംബിയയിൽ സൈനികാഭ്യാസങ്ങൾ നടത്തി വെനസ്വേലയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചെയ്തത്. റഷ്യ ആക്രമിക്കാൻ അമേരിക്കക്ക് ഉക്രൈനും അലാസ്കയും പോളണ്ടുമൊക്കെ നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായി ഉള്ളപ്പോൾ റഷ്യക്ക് അമേരിക്കയെ ആക്രമിക്കണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അത്തരമൊരു ഘട്ടമുണ്ടായാൽ, അങ്ങനെ സാധ്യത വളരെ കുറവാണ്, അങ്ങനെ ഉണ്ടായാൽ ഏറ്റവും എളുപ്പത്തിൽ റഷ്യക്ക് തിരഞ്ഞെടുക്കാവുന്ന രാജ്യം കൂടിയാണ് ഈ വെനസ്വേല എന്ന് പറയുന്നത്. ഈ സാഹചര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അമേരിക്ക വെനസ്വേലയെ അട്ടിമറിക്കാൻ ഇടപെടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെങ്കിൽ രണ്ടാമത്തേതും സുപ്രധാനവുമായ കാരണം ലോകത്തെ ധാതുസമ്പുഷ്ടമായ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ധാതുസമ്പുഷ്ടമായ ഭൂമികളെല്ലാം റഷ്യയും ചൈനയും കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് അമേരിക്കയെ അവരുടെ ആധിപത്യ രാഷ്ട്രീയത്തിന് തിരിച്ചടി നൽകുന്നോ എന്ന് ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ്. അഥവാ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ, ഏറ്റവും കൂടുതൽ റിസർവ്ഡ് എണ്ണ കുഴിച്ചെടുക്കാൻ കഴിയുന്ന രാജ്യം വെനസ്വേലയാണെന്ന്. സൗദിയെയും ഇറാനെയും വെല്ലുന്നുണ്ട് വിഷയത്തിൽ വെനസ്വേല. ഈ ഭൂമിയിൽ മേൽക്കൈയാവട്ടെ റഷ്യക്കും ചൈനക്കും ഇറാനുമാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേലയെ ചൊൽപ്പടിക്ക് വരുത്തിക്കൽ അമേരിക്കയുടെ ആവശ്യമാണ്. റഷ്യയും ചൈനയും ഇതിന് സമ്മതിക്കുമോ എന്നതാണ് അടുത്ത കാര്യം. സമ്മതിച്ചാലും ഇല്ലെങ്കിലും അമേരിക്ക ഇപ്പോൾ നടത്തുന്ന തയ്യാറെടുപ്പുകൾ യുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. യുദ്ധമുണ്ടായാൽ ലോകരാഷ്ട്രീയത്തിൽ പുതിയൊരു സംഘർഷത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. ഏതായാലും അഭ്യൂഹങ്ങൾ, പിരിമുറുക്കങ്ങൾ എല്ലാം മേഖലയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്.